ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം 2-3 മാസമായി. എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. അത് കാരണം വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. 2 മാസം റെസ്റ്റായിരുന്നു. ഇനിയിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിന്നൊരു മഷ്റൂം കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. റിഫൈൻഡ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 നമുക്കെടുക്കാം. ഇനി അതിനൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നമുക്കൊന്ന് ചതച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടോ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കി എങ്ങനെയെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചതച്ചാണ് ചേർത്തിട്ടുള്ളത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട്. രണ്ടും കൂടി നമുക്കതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ സ്റ്റീൽ പാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് കാരണം പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഫ്രൈ പാനിൻ്റെ ഉപയോഗമൊക്കെ ഒന്ന് കുറച്ച് തുടങ്ങിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. സ്റ്റൗ മീഡിയത്തിലായിരിക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൗഡർ. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് നന്നായിട്ട് അരച്ചെടുത്തിരിക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി ഇതിലേക്ക് തക്കാളി അരച്ച് വെച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കുറച്ച് നേരം അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളയ്ക്കുമ്പോൾ തന്നെ തക്കാളി പെട്ടെന്ന് വേവും. നമ്മൾ അരച്ച് ചേർത്ത് കാരണം പെട്ടെന്ന് അത് വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ മഷ്റൂം നമ്മൾ നേരത്തെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ ചെറിയ പീസുകളാക്കി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ എല്ലാം ചെയ്ത് വെക്കണം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. മഷ്റൂം പെട്ടെന്ന് വേവുന്നതാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മസാല വീട്ടിൽ പൊടിച്ചതാണ്. ഞാൻ എല്ലാം കൂടി ചേർത്ത് വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. ഇനി അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. മഷ്റൂം ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് വേവും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മേത്തി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. മേത്തി ലീവ്സ് എന്ന് പറയുമ്പോൾ ഉലുവയുടെ ഉണങ്ങിയ ഇലയാണ്. അതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. ഇതിട്ട് കഴിയുമ്പോൾ കറിക്കൊരു പ്രത്യേക രുചിയും പ്രത്യേക ഒരു വാസനയുമാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരവും കൂടി അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഈ സമയം ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ഞാനൊരു 6-7 അണ്ടിപ്പരിപ്പ് നേരത്തെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നു. അതും കൂടി ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരത്തെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് വേവട്ടെ. ഇപ്പോൾ ഏകദേശം വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് കാഷ്യൂനട്ട് നമ്മൾ അരച്ച് വെച്ചതാണ്, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം ഒന്നും കൂടി നമുക്ക് ഉപ്പ് നോക്കാം. ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഈ കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മഷ്റൂം കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.